അടിമട്ടത്ത് പൊട്ടിയിറങ്ങിയ ഉരുൾ മുണ്ടക്കയ്യെയും ചൂരൽമലയെയും വെള്ളരിമലയെയും ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞപ്പോൾ നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരങ്ങൾ കണ്ണിമ ചിമ്മാതെ ജാഗരൂകമായിരുന്നു. ജീവനോടെ ആരെങ്കിലും ചാലിയാറിന്റെ ഓളങ്ങളിലൂടെ എത്തുന്നുണ്ടോ എന്ന് നോക്കി രക്ഷാപ്രവർത്തകർ രാപ്പകലില്ലാതെ നിന്നു. ജീവനറ്റ ശരീരങ്ങൾക്കായി അവർ ചാലിയാറിൽ തെരഞ്ഞു. ആ തെരച്ചിലിന് മുന്നിൽ നിന്നവരാണ് നിലമ്പൂരിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. അവർക്കൊപ്പം കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു നായയുമുണ്ടായിരുന്നു. കുത്തിയൊലിച്ചൊഴുകുന്ന ചാലിയാറിലൂടെ അതിസാഹസികമായി ഒറ്റയ്ക്ക് പുഴമുറിച്ചു കടന്ന് ആ നായ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്കൊപ്പം ചേർന്നു. തെരയാൻ കൂട്ടുനിൽക്കുക മാത്രമായിരുന്നില്ല, ചില ലക്ഷ്യസ്ഥാനങ്ങളും കാട്ടിക്കൊടുത്തു. അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ കിട്ടിയത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. ഈ സംഭവം ഓർത്തെടുക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റെജിൻ രാജ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെയും ഫോറസ്റ്റിൻ്റെയും സംയുക്തമായിട്ട് ഫോറസ്റ്റിനുള്ളിലോട്ട് സന്നദ്ധ പ്രവർത്തകരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം പുഴയ്ക്കക്കരെയായിരുന്നു നമുക്ക് സെർച്ചിങ് ഉണ്ടായിരുന്നത്. അപ്പം ഏകദേശം ഒരു 500 സന്നദ്ധ പ്രവർത്തകരും ആ സൈഡിലുണ്ടായിരുന്നു. പിന്നെ പോലീസിലും ഫയർഫോഴ്സ്, എക്സൈസ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. തണ്ടർബോൾട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ബോഡി സെർച്ചിങ്ങും പിന്നെ അവരുടെ സുരക്ഷ നോക്കിയിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടുന്ന് കാട് കയറുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നമുക്കൊരു ഫുഡ് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഫുഡ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ നായ്ക്കും ബിസ്ക്കറ്റും അതിലുണ്ടായിരുന്ന ഫുഡ് നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ നായ നമ്മുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അത് ഏകദേശം യാതൊരുവിധ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങളെല്ലാം. അപ്പം നമ്മളത് മുന്നോട്ട് പോകാൻ നേരത്ത് സെർച്ചിങ് നടത്തി പുറമേ യാതൊരുവിധ അവശിഷ്ടങ്ങളൊന്നും കണ്ടില്ലായിരുന്നു ബോഡിയുടെ. പക്ഷേ നായ മണം പിടിച്ച് പോവുകയും അവിടെ ജസ്റ്റ് ഒന്ന് മാന്തി നോക്കുകയും ചെയ്തു. അപ്പം നമുക്ക് സംശയം തോന്നിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡിഗ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു 18 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടികളുടെ അരയ്ക്ക് മുകളിലുള്ള ഒരു കൈയും അരയ്ക്ക് മുകളിലോട്ടുള്ള ബോഡി ഭാഗമാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗിൽ അത് പാക്ക് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ മുന്നോട്ട് സെർച്ച് ചെയ്തു. അങ്ങനെ ഇത് കണ്ടിട്ട് പലരും ഈ നായ്ക്ക് ബിസ്ക്കറ്റുകളും കാര്യങ്ങളും കൊടുത്ത് അവരുടെ കൂടെ കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കി. പക്ഷേ നായ അവരുടെ കൂടെ ഒന്നും പോയില്ല, നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു വന്നത്. തിരിച്ചും അതേ കണക്ക് തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴും നമ്മുടെ കൂടെ തന്നെ വന്നു. അത് ആ പുഴ തന്നെ നീന്തി കടന്ന് അപ്പുറത്ത് വന്ന് നമ്മളുടെ കൂടെ തന്നെ ഭക്ഷണങ്ങളും കഴിച്ചു. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് ഈ നായ പുഴ മുറിച്ച് കടന്ന് അക്കരയിലോട്ട് തന്നെ പോയി. ഇങ്ങനെയെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഈ നായ മുന്നിൽ നിന്നെങ്കിലും ഇണക്കാൻ ശ്രമിച്ചവരോടൊന്നും കൂട്ടുകൂടിയില്ല. ചിലർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമുള്ള ഭക്ഷണ കിറ്റിൽ നിന്ന് നായയ്ക്ക് ബിസ്ക്കറ്റ് നൽകി. അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ കൂടെ മാത്രമായിരുന്നു സദാസമയവും. അവർ മടങ്ങിയപ്പോൾ ഈ നായയും മടങ്ങി, ഒറ്റയ്ക്ക് ചാലിയാർ മുറിച്ചു കടന്ന് വനത്തിലേക്ക്. നിലമ്പൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റെജിൻ രാജ്, TK നിഷാന്ത്, K മനീഷ്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ നിഷാന്ത്, ബാബുരാജൻ, അബ്ദുൾ സലാം, സലീം എന്നിവരുമായിരുന്നു അന്ന് സംഘത്തിലുണ്ടായിരുന്നത്.